നമസ്കാരം, ദേവാങ്കണ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതി അയ്യപ്പൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൻ്റെ സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പൊതുവെ അറിയപ്പെടുന്നത്. പാർവതി ദേവിയാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായി നിലകൊള്ളുന്നത്. 144 അടി ഉയരത്തിലുള്ള ചിതൽപുറ്റിലാണ് പാർവതി ദേവി കുടിയിരിക്കുന്നത്. കടപ്പുറത്തിന് വളരെ അടുത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ശബരിമലയിലേതുപോലെ തന്നെ ഇരുമുടുക്കിട്ട് ഏന്തിയാണ് സ്ത്രീകൾ ഇവിടെ എത്തുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ എവിടെ നിന്നാലും ദേവിയെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം അത്രയും വലിയ ഉയരത്തിലുള്ള ദേവീ രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. മാർച്ച് മാസത്തിൽ നടക്കുന്ന കുടമഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം. കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. മണ്ടക്കാട് ഭഗവതിയുടെ പ്രത്യേകത, ഈ ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൽപുറ്റിൽ ആണെന്നാണ് വിശ്വാസം. മണ്ടക്കാട്ടമ്മയ്ക്ക് ഇവിടെ പൊങ്കാല നിവേദ്യം വളരെ വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പൊങ്കാല ഇടുക എന്നത് മറ്റെല്ലാ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ പൊങ്കാല നിവേദ്യം ശർക്കര പൊങ്കൽ തന്നെയാണ് ഇവിടെയും പൊങ്കാലയായി നിവേദിക്കുന്നത്. മക്കൾക്കൊക്കെ നല്ലത് വരാൻ വേണ്ടി, ഭർത്താവിന് നല്ലത് വരാൻ വേണ്ടി ഇടുന്നത്. വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറും. ഇവിടെ വന്ന് പൊങ്കാല ഇടുമ്പോൾ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും. അമ്മ അനുഗ്രഹിക്കുന്നു എന്നാണ്. അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? ഉണ്ട് ഉണ്ട്. അമ്മയുടെ അനുഗ്രഹം കിട്ടിയെന്നാണ് പറയുന്നത്. ആണ് ആണ് ആണ്. എല്ലാ വർഷവും ഉത്സവത്തിനാണോ അതോ അല്ലാതെ വന്ന് പൊങ്കാലയിട്ട് പോകണം? ഓരോ മാസത്തിലും വരണമെന്നുണ്ട്. ഒക്കെ പിന്നെ ഒരു വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും വരും, പൊങ്കാലയിടും. പിന്നെ ഉത്സവത്തിന് കൊടയിരന്ന് വന്ന് പൊങ്കാലയിടും. അമ്മയെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, അമ്മയെ ആരെ വിശ്വസിക്കുന്നു, അമ്മയെ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷിക്കും. ഏത് കാര്യവും രക്ഷിച്ച് നമുക്ക് കരകയറ്റി തരും. ഞങ്ങൾക്ക് അമ്മയാണ് എല്ലാം വലുത്. പെറ്റമ്മയും പോറ്റമ്മയും എല്ലാം എൻ്റെ മണ്ടക്കാട്ടമ്മയാണ്. മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കൈ, കാൽ, തല, ആൾരൂപം എന്നിവ. മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന തീരാവ്യാധികളായ കൈവേദന, കാൽവേദന, തലവേദന തുടങ്ങിയ എല്ലാ അസുഖങ്ങൾക്കും മണ്ടക്കാട്ടമ്മയ്ക്ക് ഈ ഒരു മരത്താൽ നിർമ്മിച്ച ഈ കൈ, കാല്, ആൾരൂപം തുടങ്ങിയവ സമർപ്പിക്കുന്നു, വഴിപാടായിട്ട് സമർപ്പിക്കുന്നുണ്ട്. ഇതാണ് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന കൈ, കാൽ, തല എന്നീ തുടങ്ങിയ ആൾരൂപങ്ങൾ. ഇത് ചേച്ചി ഇവിടെയാണ് മരത്തിൽ നിർമ്മിച്ച കൈ, കാല്, അതുപോലെ ആൾരൂപങ്ങളെല്ലാം സമർപ്പിക്കുന്ന സ്ഥലം. ഇവിടെ സമർപ്പിക്കുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന തീരാവ്യാധികൾ ശമിക്കുമെന്നാണ് വിശ്വാസം. മണ്ടക്കാട് എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് ഇവിടെ ഈ ദേവിയുടെ മൂലസ്ഥാനം മൺപുറ്റാണ്. ആ മൺപുറ്റിൽ പണ്ട് കത്തിയുരിഞ്ഞപ്പോൾ ചോര കണ്ടത്. അതിനുശേഷമാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ച് ഉപാസിക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ ദേവിയുടെ മൺപുറ്റ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഓരോ നെല്ലട വീതം ആ പുറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ടാണ് ദേവിയുടെ വെള്ളിയിൽ നിർമ്മിച്ചിട്ടുള്ള ഗോളകയും അതിൻ്റെ താഴെയായിട്ട് പഞ്ചലോക വിഗ്രഹം. ആ പഞ്ചലോക വിഗ്രഹമാണ് ഉത്സവത്തിൻ്റെ 10 ദിവസങ്ങളിലും 2 ഭരണി മാസത്തെ കുടയ്ക്കും വലിയ പടുക്കയ്ക്കും പുറത്ത് പല്ലക്കിൽ എഴുന്നള്ളിക്കുന്ന ആ പഞ്ചലോക വിഗ്രഹം. ആ വിഗ്രഹത്തിന് മാത്രമേ അഭിഷേകം പതിവൂ. മേളിൽ ദേവിയുടെ മുഖം തിരുത്ത് എന്നാണ് പറയുന്നത്. അത് മൺപുറ്റായതുകൊണ്ട് കളഭം കൊണ്ട് ആ പുറ്റിന് അഭിഷേകം പോലെ തന്നെ കളഭം കൊണ്ട് മെഴുകിയെടുക്കും. അതിലാണ് ദേവിയുടെ തൃക്കണ്ണും മുഖവും മൂക്കുമെല്ലാം തിരുത്തി അലങ്കരിക്കും. വലിയ പടുക്ക എന്ന് ഉദ്ദേശിക്കുന്നത് ദേവിക്ക് പഴവർഗ്ഗങ്ങൾ, എല്ലാ രീതിയിലുള്ള പഴവർഗ്ഗങ്ങളും, തിരളി, മണ്ടയപ്പം, മണ്ടപ്പുറ്റ്, ഇതൊക്കെയാണ് ദേവിയുടെ ഇഷ്ട വഴിപാട്.
അത് മണ്ട എന്ന് പറയുന്നത് തലയാണ്. അപ്പോൾ തല സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ മണ്ടയപ്പം വയ്ക്കുന്നത്. അത് 6-ാം ദിവസം വെള്ളിയാഴ്ച രാത്രി 12 മണിക്ക് നടക്കും. പിന്നെയുള്ളത് 9-ാം ദിവസം നടക്കുന്ന വലിയ ചക്ര തീവെട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഇവിടെ വച്ചിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു വലിയ ചക്ര തീവെട്ടി. അത് ആ തീവെട്ടിയിൽ വ്രതമിരിക്കുന്ന ഒരു ഭക്തൻ, നറുക്കെടുപ്പിലൂടെ വരുന്ന ഒരു ഭക്തനായിരിക്കും. അദ്ദേഹം അതിൻ്റെ താഴെ നിപ്പുണ്ടാവും. അത് മൊത്തവും കത്തിച്ച് ദേവിയുടെ പല്ലക്കിന് എഴുന്നള്ളത്തിന് മുമ്പിലായിട്ട് ഈ പുറത്തുള്ള പ്രദക്ഷിണ വീതിയെല്ലാം വലം വെച്ച് ശാസ്താംകോല വരെ പോയിട്ട് തിരിച്ചു വരും. അതൊരു ചടങ്ങും ആചാര്യമായിട്ട് നടന്നു പോരുന്നത്. അത് 9-ാം ദിവസമുള്ള ചടങ്ങ്. സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം ഭക്തർ ദേവിയെ ദർശിക്കാൻ ഇവിടെ എത്താറുണ്ട്. മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദനത്തടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിൽ ഭഗവതി ആദിപരാശക്തിയായി കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ഭഗവതിക്ക് കൽപ്പിച്ചു വരുന്നു. എങ്കിലും കാളി എന്ന ഭാവം തന്നെയാണ് ഇവിടെ പ്രധാനം. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം വ്യക്തമാക്കുന്ന നിരവധി ലിഖിതങ്ങൾ, കയ്യെഴുത്തു പ്രതികളും ഈ ക്ഷേത്രത്തിലുണ്ട്. മണ്ടക്കാട് പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിബിഡ വനമായിരുന്നതിനാൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കാൻ ഇവിടെ എത്തിയിരുന്നു. ഈ പ്രദേശത്ത് ഭഗവതി ഒരു ചിതൽ രൂപത്തിൽ ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നു. വൈകുണ്ഠസ്വാമികൾ രചിച്ച അഖിലത്തിരട്ട് എന്ന ഗ്രന്ഥത്തിൽ മണ്ടക്കാട് ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട്. இதோடு தோவாளை தாலுகாவு அடுத்து பிள்ளையூர் കടലിൻ്റെ അടുത്തായിട്ട് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെങ്കിൽ നമ്മൾ നേരത്തെ കടൽ അമ്പലത്തോട് കുറച്ചും കൂടെ അടുത്തായിരുന്നു. ഇപ്പോൾ അത് കുറച്ചിങ്ങനെ ദൂരമായി പോയത്. കടൽ താഴോട്ട് ഇറങ്ങിയോ ഒന്നും നമുക്ക് മനസ്സിലാവും. ഇന്ന് കടൽക്ഷോഭമാണെന്ന് തോന്നുന്നു. അതിനാൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അവിടെ ആൾക്കാരിരുന്നിട്ട്. നന്നായിട്ട് ഇന്ന് നമ്മൾ തൊഴുതായിരുന്നു അമ്പലത്തിൽ. അമ്മയെ കണ്ടു, അമ്മയുടെ ദർശനം കഴിഞ്ഞു. പക്ഷേ ഇന്ന് നല്ല തിരക്കാണ് ഈ കാണുന്നത് അല്ലേ? ഇന്ന് ഉത്സവം പ്രമാണിച്ച്. പക്ഷേങ്കിൽ നാളെയൊക്കെയാണ് ഭയങ്കര തിരക്ക് ഇവിടെ. നമ്മുടെ ഇവിടെ അടുത്തൊന്നുമല്ല, എല്ലാം ദൂരെ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ശരിക്കും അമ്മയെ നന്നായിട്ട് തൊഴാൻ പറ്റി. ദർശനം കണ്ടു. എന്തായാലും അമ്മയുടെ എന്തായാലും ഈ ഉത്സവത്തിന് തന്നെ വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേച്ചി നല്ല സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ തൊഴുതിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ നല്ലതായിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് അമ്മയെ തൊഴുതു. എനിക്ക് നല്ല അമ്മയുടെ നല്ല ദർശനത്തിൽ നിന്ന് തൊഴാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യം, വലിയ സന്തോഷമായി എനിക്ക്. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.